മർക്കോസ് 15:4. നീ ഒരു ഉത്തരവും പറയുന്നില്ലയോ? ഇതാ അവർ നിന്നെ എന്തെല്ലാം കുറ്റം ചുമത്തുന്നു എന്ന് പറഞ്ഞു. യേശുവിനെ ശത്രുക്കൾ വന്നുപിടിച്ച് പീലാത്തോസിനെ ഏൽപ്പിച്ചു. മഹാപുരോഹിതന്മാർ യേശുവിനെ ഏറിയോന്ന് കുറ്റം ചുമത്തി. പീലാത്തോസ് പലതും യേശുവിനോട് ചോദിച്ചു. യേശു ഒന്നിനും മറുപടി പറഞ്ഞില്ല. യേശുവിന് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമുണ്ടായിരുന്നു. എന്നാൽ അതൊന്നും ആരോടും പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടതായിരുന്നില്ല. ദൈവപുത്രനായ തനിക്ക് ദൈവം തന്നെ അയച്ച ദൈവിക പദ്ധതി പൂർത്തീകരിച്ച് മടങ്ങിപ്പോവുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. ലോകത്തിൻ്റെ അധികാരികളോടും ഇരുട്ടിൻ്റെ അധികാരങ്ങൾ നിയന്ത്രിക്കുന്നവരോടും മറുപടി പറയുന്നതിൽ അർത്ഥമില്ല എന്നറിയാമായിരുന്നതുകൊണ്ട് താൻ മൗനം പാലിച്ചു. സങ്കീർത്തനം 38:13 ദാവീദ് പ്രവചനാത്മാവിൽ പറഞ്ഞിരിക്കുന്നു, എങ്കിലും ഞാൻ ചെകിടനെ പോലെ കേൾക്കാതെയിരുന്നു, വായി തുറക്കാതെ ഊമനെ പോലെ ആയിരുന്നുവെന്ന്. പ്രവചനങ്ങളുടെ പൂർത്തീകരണത്തിനായി ദൈവപുത്രൻ മൗനമായിരുന്നു. 1 പത്രോസ് 2:23 തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറയാതെയും ന്യായമായി വിധിക്കുന്നുവെങ്കിൽ കാര്യം ഭരമേൽപ്പിക്കുക അത്രേ ചെയ്തത് എന്ന് നാം വായിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ യേശു കർത്താവിൽ നിന്ന് പഠിക്കേണ്ട പരമപ്രധാനമായ ഒരു പാഠമാണിത്. നമ്മുടെ ജീവിതയാത്രയിൽ നാം അനേകം പഴികളും ദുഷികളും നിന്ദകളും പരിഹാസങ്ങളും അപവാദങ്ങളും ഒക്കെ കേൾക്കുവാൻ സാധ്യതയുണ്ട്. എന്നാൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് മൗനമായിരിക്കുവാൻ സാധിക്കുമോ? സകലതും അറിയുന്ന കർത്താവിൻ്റെ കൈകളിൽ വിഷയത്തെ സമർപ്പിച്ച് മിണ്ടാതെ ഇരുന്നാൽ വലിയ ദൈവപ്രവൃത്തി കാണുവാനിടയായിത്തീരും. യാക്കോബ് 1:19 ഏതു മനുഷ്യനും കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും ഉള്ളവനായിരിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു. യേശു കർത്താവ് പിതാവ് നിശ്ചയിച്ചിരുന്ന സമയത്ത് ഉയർത്തെഴുന്നേറ്റു. തന്നെ ക്രൂശീകരിച്ചവരൊക്കെ ദൈവകോപത്തിൻ്റെ തീച്ചൂളയിൽ കൂടി കടന്നു പോകേണ്ടി വന്നു. റോമർ 12:19 നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവകോപത്തിന് ഇടം കൊടുപ്പിൻ എന്നെഴുതിയിരിക്കുന്നു. നമ്മെ നിർദാക്ഷിണ്യം പകയ്ക്കുന്നവരെ, പരിഹസിക്കുന്നവരെ, ദ്രോഹിക്കുന്നവരെ നമുക്ക് ദൈവകരങ്ങളിലേക്ക് കൊടുക്കാം. നമുക്കായി കർത്താവ് എഴുന്നേൽക്കും, പ്രതിവിധി നടത്തും. പ്രാർത്ഥിക്കാം. പ്രിയപിതാവേ, മൗനമായിരിക്കേണ്ടയിടത്ത് മൗനമായിരിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. God bless us all.